അമ്മ എന്നടാ നിമിഷ ഹലോ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഗോൾഡ് കോസ്റ്റ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട്? അടിപൊളിയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല, വാക്കുകളില്ല. ഇഷ്ടപ്പെട്ടല്ലേ? അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഇന്നലെ രാത്രിയായി കേട്ടോ പോയി വന്നപ്പം. അല്ലമ്മ ഭയങ്കര ഡ്രൈവായിരുന്നു. 12 മണിക്കൂർ എടുത്തു നമ്മളിവിടെ വരാൻ. അല്ല മൊത്തം അതുകൊണ്ട് കൂട്ടി 12 മണിക്കൂർ ശേഷം ശരിക്കും 10 മണിക്കൂറിൻ്റെ ഡ്രൈവാണ്. പക്ഷെ ഞങ്ങളൊരു എനിക്ക് വന്നൊരു 4-5 പ്രാവശ്യം നിർത്തിയാണ്. പിള്ളേരൊക്കെ ഉണ്ടായിട്ട് നിർത്താതെ പോരാൻ പറ്റില്ല കേട്ടോ. പറ്റില്ല. അങ്ങോട്ട് പോയത്ര നമ്മൾ എനിക്ക് തോന്നുന്ന സമയം എടുത്തില്ല ഇങ്ങോട്ട് വരാനായിട്ട്. അത് കുറച്ചുകൂടെ പെട്ടെന്ന് എത്തിയില്ല നമ്മളെ. വലിയ വഴികളൊക്കെ ഇച്ചിരി വളവൊക്കെ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ. തന്നെയല്ല അങ്ങോട്ട് പോയ വഴിയല്ലല്ലോ നമ്മൾ തിരിച്ച് വേറെ വഴിയാണ് വന്നത് അല്ലേ. ഏതാണെങ്കിലും ഞങ്ങൾ ഇന്നലെ ഒരു 8:30 കൂടി എത്തി കേട്ടോ നമ്മുടെ വീട്ടിൽ. അടിപൊളി ട്രിപ്പായിരുന്നു, ഒന്നും പറയാനില്ല. നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടു കാണല്ലോ. സ്കൈ ഡൈവിംഗ് ഒക്കെ ചെയ്തിട്ട് ഇരിക്കുന്ന ആളെ കണ്ടോ അമ്മേ? എങ്ങനെയായിരുന്നു പക്ഷേ സ്കൈ ഡൈവിംഗ് എക്സ്പീരിയൻസ്? അതാണോ കുറച്ചും കൂടെ ഇത് നിന്റെ ഒരു അനുഭവങ്ങൾ പറ. നീ ചാടിയപ്പം എങ്ങനെ തോന്നിയത്? അത് ഞാൻ മെയിനായിട്ട് പറയുന്നത്, മമ്മി എനിക്ക് ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. മമ്മി ഇത് ഓൾറെഡി ചെയ്തതാണ് ഇതിനു മുമ്പ്. മമ്മി എനിക്ക് ഓൾറെഡി ഒരു ഊഹം തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയൊക്കെയാണ്. മമ്മിയാണ് കേട്ടോ ശരിക്കും ഇതിന്റെ പ്രചോദനം. അങ്ങനെയൊന്നുമില്ല, ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം തൊട്ട് ഞാൻ 1 വർഷം മുമ്പ് ഞാൻ അമേരിക്കയിൽ വെച്ചോട്ടോ ചെയ്തേ. അപ്പൊ മമ്മി എന്നോട് എനിക്ക് ഒരു ഏകദേശം ഒരു പിക്ചർ തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്നൊക്കെ. അപ്പം എന്നാലും നമ്മളത് അനുഭവിക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്നാലും എനിക്ക് അപ്പൊ അടുത്തത്തോടെ ഒക്കെ ചെറിയൊരു പ്രദേശം, എന്നാലും അടിപൊളിയാണ്, സൂപ്പർ. എനിക്ക് തീർച്ചയായിട്ടും ഇഷ്ടം. അതെ അത് ശരിക്കും അത് അതിനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഒത്തു കിട്ടുവാണെങ്കിൽ ചെയ്താൽ ഒരുപാട് നല്ലതാട്ടോ. നമുക്കത് പറയാം നമ്മുടെ ലൈഫിൽ നമ്മൾ അങ്ങനെ ഒരു സംഭവം ചെയ്തു. നിമിഷോടും പറയായിരുന്നു, നിമിഷേ കാരണം പേടിയില്ലാത്ത ചെയ്യാൻ പിന്നെ അടുത്ത് തയ്യാറുള്ളത് നിമിഷം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ധൈര്യമുള്ളവരും കൂടെ വേണം. ഈ വീഡിയോ എടുക്കുന്ന ആൾക്ക് ഒട്ടും തരില്ല കേട്ടോ. എനിക്ക് 1 കോടി രൂപ തരാന്ന് പറഞ്ഞാൽ ഞാൻ ആ പരിപാടി ചെയ്തില്ല. കാരണം എനിക്ക് പറ്റത്തില്ല, സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. എന്റെ വീട്ടിൽ നിന്നാണെങ്കിലും പപ്പയും മമ്മിയൊക്കെ ചോദിക്കും, അയ്യോ നീ ഇതൊക്കെ ചെയ്തോ അവര് ചോദിക്കും. അവർക്കും പേടിയായി പോയി. പക്ഷെ എന്നാലും പറഞ്ഞ് ചെയ്തല്ലോ എന്നൊക്കെ അവരൊക്കെ ചോദിച്ചു എന്നോട്. ആണല്ലേ? ഏതാണേലും അതൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി ഒരു ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നമ്മുടെ സ്വന്തം സ്ഥലത്തെത്തിയില്ലമ്മേ. എവിടെ നമ്മുടെ സ്വന്തം സ്ഥലം എവിടെയെന്ന് പറഞ്ഞാൽ? നമ്മുടെ സ്വന്തം സ്ഥലം നമ്മുടെ വീട് ഡബ്ബോയില് തിരിച്ചെത്തി കേട്ടോ. ഗോൾഡ് കോസ്റ്റ് വെച്ച് ഞങ്ങൾ കുറച്ച് പേരെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടു. അവർക്കൊക്കെ പ്രത്യേകം ഒരു ഹായ് പറയുന്നല്ലോ. വേറെ അതുപോലെ തന്നെ കുറെ പേര് നമ്മൾ വിളിച്ചിട്ടുണ്ടാവും കേട്ടോ. നമ്മുടെ വീട്ടിലോട്ടൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അല്ല നമ്മുടെ സമയവും സാഹചര്യങ്ങളൊക്കെ കാരണം നമുക്ക് പോകാൻ പറ്റില്ല. പിന്നെന്താ, അതുകൊണ്ടാട്ടോ അവരെ കാണാൻ പറ്റാത്തത്. അതുകൊണ്ട് അവരോട് ക്ഷമ ചോദിക്കുന്നു. ഇനി വീണ്ടും അവിടെ വരുമ്പോൾ കാണാം, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വരുമ്പോൾ ഇവിടെ വരുമ്പോഴും കാണാം അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇനി അവിടെ വരുവാണെങ്കിൽ അങ്ങോട്ട് വരാം, അല്ലെങ്കിൽ അവരോട് ഇങ്ങോട്ട് വരാനൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെ തൽക്കാലത്തേക്ക് ഞങ്ങൾക്ക് കുറച്ച് പേരെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. പക്ഷെ നമുക്ക് ഒട്ടും സമയമില്ലായിരുന്നു, ഓരോ പരിപാടിയൊക്കെ ആയിട്ട് നമ്മൾ ഓടി കണക്കുമായിരുന്നു അല്ലേ. പിന്നെന്താ നമുക്ക് ഈ വീഡിയോയിൽ ഞങ്ങൾ വരാൻ കാരണം എന്നാമെന്ന് പറഞ്ഞേ? അത് നീ തന്നെ പറയടാ. നിമിഷം പറ. സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. അമ്മേനെ ഉദ്ദേശിച്ചത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. അതിൽ നമ്മൾ Q&A ചെയ്യാൻ വന്നതല്ലേ, കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ അമ്മ വിഷയത്തിൽ നിന്ന് നമ്മൾ തെന്നി മാറുന്നു. അല്ലല്ല, സബ്സ്ക്രൈബേഴ്സ് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ കൊടുക്കാൻ വന്നത്. അമ്മ കഴിഞ്ഞ കുറേ ദിവസമായി ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ഞങ്ങൾക്ക് ഇങ്ങനെ ശാന്തമായിട്ടൊന്ന് ഇരുന്ന് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പെട്ടെന്ന് അമ്മ എന്നോട് പറയണത് ഞാൻ എന്നോട് ഇനി വേറെ എന്തെങ്കിലും ആണോ അമ്മ ഉദ്ദേശിക്കുന്നത് ഞാൻ ഓർത്ത് കേട്ടോ. ശരിക്കും അത് പറ്റില്ല. ഞങ്ങളിത് ഒരു Q&A ആയിട്ട് വന്നേക്കണം കേട്ടോ. കുറേ നാളായി ഞങ്ങൾ ഒരു Q&A ചെയ്തിട്ട്. അപ്പം ഒരുപാട് പേര് നമ്മളോട് കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എന്താ പറയുക മറുപടി വരാനുള്ള സമയമില്ല. പക്ഷേ എന്നാലും കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻസിന് മറുപടി പറയാം. ഞങ്ങൾക്ക് സത്യം പറയാൻ ഞങ്ങൾ നോക്കിയപ്പോൾ കിട്ടിയത് ഒരു ലാസ്റ്റ് 2-3 വീഡിയോയുടെ ഒക്കെ താഴെയുള്ള ക്വസ്റ്റ്യൻസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ ഒരു ദിവസം വരാം അല്ലേ? എന്താണേലും ഞാനൊരു Q&A എപ്പിസോഡാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. തുടങ്ങിയാലോ? നിമിഷം റെഡി അല്ലേ? അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ സ്ഥിരം കമൻറ്റ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. വീണാസ് 9424 എന്ന് പറഞ്ഞ ചാനൽ പേജുള്ള ഒരു ആളാണ് കേട്ടോ. അപ്പം വീണ പറഞ്ഞിരിക്കുന്നത്, സ്ഥലങ്ങൾ കാണിക്കുമ്പോൾ അത് എനിക്കിട്ടുള്ള പണിയാണ് കേട്ടോ. സ്ഥലങ്ങൾ കാണിക്കുമ്പോൾ ക്യാമറ വളരെ പതുക്കെ മൂവ് ചെയ്യണമെന്നൊരു റിക്വസ്റ്റ്, എന്നാലേ സ്ഥലങ്ങൾ ഞങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. വെരി ഗുഡ് വ്ളോഗ്, താങ്ക് യു. പറഞ്ഞു തന്നതിന് ഒരുപാട് സന്തോഷം. അതെ, കഴിഞ്ഞ ദിവസം എനിക്ക് തന്നെ നമ്മൾ ഡക്ക് ബസ്സിലൊക്കെ കയറിയില്ലേ, ആ വീഡിയോയിൽ എനിക്ക് തന്നെ ക്യാമറ കുറച്ച് ഷെയ്ക്ക് ആവുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എനിക്കറിയില്ല എന്താ പറയുക. പക്ഷെ ഞാനത് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്.
അല്ലാതെ ഞാൻ നോക്കിയില്ലായിരുന്നു. അപ്പം വീഡിയോ ശരിക്കും കാണാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ സോറി ചോദിക്കുന്നു കേട്ടോ. ഇനി ശ്രദ്ധിക്കുന്നു, നമ്മൾ പറ്റുന്ന പോലെ നന്നായിട്ട് എടുക്കാൻ ശ്രമിക്കും കേട്ടോ. അപ്പം അവിടെ എന്താ പറ്റിയെന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ല. ഒരുമാതിരി ഞാൻ അത്യാവശ്യം എന്താ പറയുക സ്പീഡ് ഇല്ലാതെയാണ് ഞാൻ എടുക്കുന്നത്. എല്ലാം കാണിക്കുന്നതൊക്കെ നന്നായിട്ട് കാണിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് നിങ്ങൾ ക്ഷമിക്കുക. ഇനി കൂടുതൽ നല്ല ക്വാളിറ്റിയിൽ ഞാൻ എന്താ പറയുക കവർ ചെയ്യാൻ ശ്രമിക്കാം, അല്ലേ നിമിഷ? അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ? അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് സുബൈദ ചോഴിമാടം ആണ് കേട്ടോ. അങ്ങനെയാണ് പേര് നമ്മൾ ഇതിൽ വന്നേക്കുന്നത്. സുബൈദ ചോഴിമാടം ചോദിച്ചിരിക്കുന്നത് നിമിഷയോടാണ്. കാട്ടിൽ ഇളം കാട്ടിൽ പാടാമോ നിമിഷ? ഫിലിം ഓടയിൽ നിന്ന്. അറിയാമോ നിനക്ക്? ഞാൻ പാടി നോക്കാം കേട്ടോ. അത്ര വരികളൊന്നും ഓർമ്മയില്ല, എന്നാലും ഞാൻ ഓർക്കട്ടെ. ഓക്കെ. കാറ്റിൽ ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം ഒരു കാണാക്കുയിൽ പാടും കളമുരളി ഗാനം ഇതാ 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 ആ ഇതാ 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 കാറ്റിൽ ഇളം കാറ്റിൽ. ഇങ്ങനെയാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതാ 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 നിമിഷോട് ചോദിച്ച പാട്ട് കാട്ടിലിളം കാറ്റില്. ഇത് തന്നെയാടി നീ പാടി കറക്റ്റാ അല്ലേ മേ? ഇങ്ങനെ ഞാൻ ഇതൊക്കെ കറക്റ്റാണ് പാടി നടത്തില്ല, എന്നാലും എന്താ ചോദിച്ച ആൾക്ക് പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. അതെ അതെ, നല്ല പാട്ടാണ് നിമിഷ. താങ്ക് യു കേട്ടോ. അടുത്ത ചോദ്യമാണ്, ഹൗ കം യു ഗൈസ് ഡോണ്ട് ക്യാരി എ സ്ട്രോളർ ഓർ ഈവൻ യു ക്യാൻ ഡു എ റെൻ്റൽ? ചോദിച്ചിരിക്കുന്നത് സാറ വർഗീസ് ആണ് കേട്ടോ. മനസ്സിലായത് നമുക്ക്? എനിക്ക് തന്നെ നമ്മൾ ഗോൾഡ് കോസ്റ്റ് പോയപ്പം സ്ട്രോളർ ഇല്ലാതെയാണ് ആദ്യത്തെ ഒരു ദിവസം. കാരണം ഒന്നാമത്തെ കാര്യം നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല, കാരണം ഇഷ്ടംപോലെ ലഗേജ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് സ്ട്രോളർ പോയിട്ട് ഒരു കർച്ചീഫ് പോലും വണ്ടിക്കകത്തിന് കയറില്ലായിരുന്നു കേട്ടോ. കാരണം നമുക്ക് പിള്ളേർക്കുള്ള സാധനങ്ങളും എല്ലാം കൂടെ വെക്കുമ്പോഴേ നമുക്ക് ഏകദേശം എല്ലാം നമ്മുടെ ഡിക്കിയൊക്കെ നിറയും. ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പ്രാം കൊണ്ടുപോകണമെന്ന്, പക്ഷെ ഞങ്ങൾക്ക് എല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ പ്രാം കൊണ്ടുപോകാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങൾ ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ റെന്റ് എടുത്തായിരുന്നു ഓൾറെഡി. ഞങ്ങളൊരു ഞങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ട് മനസ്സിലായി, നല്ല ബുദ്ധിമുട്ടായി. അതുപോലെ എനിക്ക് തന്നെ ഈ കമന്റ് കണ്ടതിന് ശേഷം തോന്നുന്നു ഞങ്ങൾക്ക് റെന്റിന് എടുക്കാനുള്ള ഐഡിയ വന്നത് കേട്ടോ. അതിനെന്തായാലും പ്രത്യേകം താങ്ക്സ്. എന്താ പറയുക, അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു റെന്റലുണ്ടായിരുന്നു. നമ്മുടെ ഭാഗ്യത്തിൽ നിന്നുള്ള പോലെ അവിടെ അടുത്ത് തന്നെ ഒരു റെന്റൽ ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ ദിവസം ഞങ്ങൾ പറയാനുള്ള നിമിഷം എപ്പോഴും പറയായിരുന്നു അമ്മ അല്ലേ മേ സ്ട്രോളർ കൊണ്ടുപോകണമെന്ന് പറയായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കൊണ്ടുപോകാം, പക്ഷെ അവളുടെ മടിയിൽ വെക്കേണ്ടി വരും, സ്ഥലമില്ലായിരുന്നു കേട്ടോ. പക്ഷെ അത് ഞങ്ങൾ റെന്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ഒത്തിരി ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു കേട്ടോ. ബാക്കിയുള്ള 2-3 ദിവസം നമ്മൾ ഫുൾ അത് യൂട്ടിലൈസ് ചെയ്തു. എന്തോ നിസ്സാര പൈസ ആയോളം തോന്നുന്നല്ലേ റെന്റിനല്ലേ? നമുക്കത് അറിയത്തില്ലാത്ത കാര്യമായിരുന്നു കേട്ടോ, റെന്റിന് ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടുന്നല്ലേ? പക്ഷേ ശരിക്കും ഭയങ്കര ഈസി ആയിരുന്നു കേട്ടോ. നമുക്കത് പിക്കപ്പ് ചെയ്യാനും അതുപോലെ നമുക്ക് ഡ്രോപ്പ് ചെയ്യാനും ഒക്കെ ഭയങ്കര എളുപ്പമായിരുന്നു ശരിക്കും പറഞ്ഞു. അതെ കേട്ടോ. അപ്പം ഈ ഐഡിയ പറഞ്ഞു തന്നതിന് താങ്ക് യു കേട്ടോ സാറാ. അപ്പോൾ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് സൗമ്യ പോളാണേ. ഹായ്, ഐ ആം നിയർ ടു ഗോൾഡ് കോസ്റ്റ്, നൈസ് ടു സീ യു ഇൻ ഗോൾഡ് കോസ്റ്റ്. ഗസ് ഗോൾഡ് കോസ്റ്റിലുള്ള ആളാണ് കേട്ടോ. താങ്ക് യു സൗമ്യ. അടുത്ത ചോദ്യം ഷീല തദേവൂസ് ആണ് കേട്ടോ. ഓ സൂപ്പർ, ഞങ്ങളും അവിടെ വന്നതുപോലെ തോന്നി, ഇത്രയും ഭംഗിയായി ഞങ്ങളെയും കൂട്ടിക്കൊണ്ട് പോയതിന് താങ്ക് യു ഔസു. ഓഹ് താങ്ക് യു. എന്നെ അല്ലാട്ടോ, ശരിക്കും നിമിഷയുടെ നിർബന്ധമാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ പോകാൻ കാരണം. പോകേണ്ടത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ന്യൂകാസിൽ തന്നെ പോകാൻ വേണ്ടിയിരുന്നത്. ഞങ്ങൾ ഓൾറെഡി ന്യൂകാസിൽ പോയിട്ടുണ്ട്. ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്താണ് കേട്ടോ, ഞങ്ങൾക്ക് പെട്ടെന്ന് പോയി വരായിരുന്നു. പക്ഷെ ഞാൻ ന്യൂകാസിൽ തന്നെ പോകുമെന്ന് വിചാരിച്ച ബീച്ച്, അവിടെയും ബീച്ചൊക്കെ ഉണ്ട്, അത്രയൊക്കെ ഉള്ളൂ എന്നൊക്കെ ഓർത്തുകൊണ്ടിരുന്ന കേട്ടോ. പക്ഷെ നിമിഷയാണ് നിർബന്ധിച്ച് ഗോൾഡ് കോസ്റ്റ് തന്നെ പോകണം അല്ലേ മേ? നിമിഷയുടെ ഒറ്റ നിർബന്ധത്തിന് സ്കൈ ഡൈവിങ് ഉള്ളതുകൊണ്ടായിരിക്കില്ലേ? സ്കൈ ഡൈവിങ് എനിക്ക് പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് അങ്ങനെ നമ്മളൊരു പ്ലാനിലേ ഇല്ലായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേനും പിന്നെ അങ്ങനെയൊക്കെ എല്ലാ സാഹചര്യങ്ങളൊക്കെ ഒത്തു വന്നപ്പോ അല്ലേ ഞങ്ങൾ സത്യം പറഞ്ഞാൽ അവിടെ ചെന്നതിന് ശേഷം കേട്ടോ സ്കൈ ഡൈവിനെ കുറിച്ച് ആലോചിക്കുന്നത്. അവിടെ എന്തോ റിസപ്ഷനിൽ എന്തോ കണ്ടപ്പോ നമുക്ക് പെട്ടെന്ന് നിമിഷയുടെ തലയിൽ പഴയ അല്ല നാഗവല്ലി ഗംഗ ഉണർന്നു കേട്ടോ. ഗംഗ അവളെന്നോട് പിന്നെ ഒന്നും പറഞ്ഞില്ല, നേരെ ബുക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ബുക്ക് ചെയ്തു. എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഞാൻ നമ്മുടെ കൂട്ടത്തിൽ ഒരാള് ചാടിയ ഒരാളുള്ളപ്പോ നമുക്ക് ഇച്ചിരിയും കൂടി അവളുടെ മമ്മിയുടെ വിളിച്ചിട്ട് എനിക്ക് കിട്ടി ശരിക്കും. അല്ലമ്മേ ഞാൻ ചാടേണ്ട കാര്യമില്ല, അതുകൊണ്ട് എനിക്ക് പേടിക്കാനൊന്നും. ഞാൻ അപ്പൊ തന്നെ ബുക്ക് ചെയ്തു. പിന്നെ ചോദിച്ചു നീ ചാടുവോ നീ ചാടുവോ
ഏതായാലും ചാടി കേട്ടോ. കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഓസ്ട്രേലിയ ഒരു ബ്യൂട്ടിഫുൾ കൺട്രി. നമുക്ക് ഒത്തിരി സ്ഥലങ്ങൾ ഇനിയും കാണാനുണ്ട്. നമ്മൾ ഇനിയും കൂടുതൽ കുറെ ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പറ്റുന്ന പോലെയൊക്കെ. വേറെ കാര്യമുണ്ട്, ഡൈവിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യമുണ്ട്. അമ്മ ഡൈവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും അമ്മേനെ ശരിക്കും ഈ ഗോൾഡ് കോസ്റ്റിൽ ഒന്ന് ഡൈവ് ചെയ്യണമായിരുന്നെന്ന് എനിക്ക് പിന്നീട് തോന്നി, അല്ലേ ഉഷ? കാരണം ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു കേട്ടോ നമ്മളെ ചാടുന്നത്. അമ്മ അവിടെ ചാടിയത് നേരെ ഭൂമിയിലേക്കല്ല അമ്മ, അമേരിക്ക വെച്ച്. ശരി, ഞാൻ ഉദ്ദേശിച്ചത് വേറെ സീനിക് വ്യൂസ് ഒന്നും ഇല്ലായിരുന്നല്ലോ, അല്ലേ? ഏറ്റവും മുകളിൽ നോക്കുമ്പോൾ നമുക്ക് അതിന്റെ അവസ്ഥയൊക്കെ ഏകദേശം ഒന്നാണ്. പക്ഷെ അമ്മ ഒന്ന് ആലോചിക്കുക, ആ ഇവള് ചാടിയെന്ന് പറഞ്ഞാൽ കടലിന്റെ മേളിലേക്കാ. അപ്പൊ വന്നിട്ട് ബീച്ചിൽ വന്ന് ഇറങ്ങുന്നത് അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ്. ഞാൻ ഇവിടെ 4-5 പ്രാവശ്യം പറഞ്ഞോട്ടോ മര്യാദ. അമ്മയോട് ഞങ്ങൾ പറഞ്ഞതാ ഇനി ഗോൾഡ് കോസ്റ്റ് തന്നെ പോകണ്ടേ, 10 മണിക്കൂർ ഡ്രൈവ്. മമ്മി പക്ഷേ ഓൾറെഡി എന്തോ ചെയ്തോണ്ട് മമ്മി പറഞ്ഞു ഞാൻ ഇനി ചാടുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് മമ്മി പറഞ്ഞത്. പക്ഷെ നമ്മളെല്ലാവരും നിർബന്ധിച്ചതാ മമ്മി. അല്ലല്ല, ഞാൻ ഒന്ന് ചെയ്തിട്ടുണ്ട്. അപ്പം വേറെ നിമിഷയ്ക്ക് ആ സാഹചര്യം ഒരുക്കി കൊടുക്കുക. പിള്ളേരൊക്കെ എനിക്കാണെങ്കിൽ ഞാനൊക്കെ ഉള്ളപ്പോഴേ നിമിഷയ്ക്ക് അത് ഒരു സ്വാതന്ത്ര്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഓടുക കേട്ടോ. നല്ല വ്യൂ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. നമുക്ക് അടുത്ത നല്ല സ്ഥലത്ത് കൊണ്ട് ചാടിയാൽ നോക്കാം. ഇനി വേറെ സ്ഥലങ്ങളൊക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. ചാടാൻ റെഡി ആയിട്ട് വേറെ വേറെ ഓരോ പുതിയത് അങ്ങനെ പറഞ്ഞ അമ്മ ഇത് ചാടാത്ത. മമ്മി ഇത് സ്ക്യൂബ ഡൈവിംഗ് ചെയ്തല്ലേ തായ്ലൻഡിൽ പോയപ്പോ? ചെയ്തു, അതും മമ്മി ചെയ്തതാണ്. അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുവാണേ. ഉഷ ആണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. എന്തോരം സൂപ്പർ വീഡിയോ, വെരി ബ്യൂട്ടിഫുൾ, താങ്ക് യു ഓൾ ഫാമിലി മെമ്പേഴ്സ്, റീവൂട്ട ഉമ്മ. താങ്ക് യു ഉഷ, നല്ലൊരു കമൻ്റ് ആയിരുന്നു കേട്ടോ. അടുത്ത ചോദ്യം, അയ്യോ ഇത് എനിക്കിട്ടുള്ളതാണല്ലോ. ഇമ്മാനുവൽ ജെറിയാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ഔസു ഫാനാണ്, അടിപൊളിയാണ് കേട്ടോ വീഡിയോസ്, ലവ് യു ഓൾ, മിറക്കുട്ട ലവ് യു. പണിയല്ല കേട്ടോ, നല്ല കമൻറ്റാ. താങ്ക് യു ഇമ്മാനുവൽ. എനിക്ക് ഫാൻസ് ഉണ്ട്. അമ്മ കണ്ടോ? നിമിഷ കണ്ടോടി? അപ്പോൾ താങ്ക് യു ഇമ്മാനുവൽ. പിന്നെന്താ, സ്ഥിരം കമൻറ്റ് ചെയ്യാനുള്ള കേട്ടോ. ഞാൻ 1-2 കമൻറ്റ് കണ്ടിട്ടുണ്ട് ഇമ്മാനുവലിൻ്റെ. അടുത്ത ചോദ്യം സാജ ഖദീജയാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. അമ്മയോടൊരു പാട്ട് പാടാൻ പറയുമോ? അമ്മയുടെ പാട്ട് കേൾക്കാൻ കൊതിയാവുന്നു. അമ്മ അയ്യോ, അമ്മ തയ്യാറെടുത്ത് പാടിയാലും ഇപ്പൊ പാടിയാലും ഏകദേശം ഒരുപോലെ. അതുകൊണ്ട് മര്യാദക്ക് ഇപ്പൊ പഠിക്കും. അപ്പൊ റീവൻ കേട്ടോ. നിമിഷ ഇതിന്റെ ഇടയ്ക്ക് ഓടുവാണ്. നിമിഷ ബൈ. അമ്മ ഇല്ല, അമ്മ പോകണില്ല. അമ്മ മൈക്ക് എടുക്ക്, മൈക്ക് തേയിരിക്കുന്നു. അമ്മ ഇടയ്ക്ക് പാടുന്നൊരു പാട്ടുണ്ടല്ലോ, എന്തോ ഒരു പാട്ട് ഇന്നാള് അമ്മ പാടിയായിരുന്നല്ലോ. നമ്മളെന്തോ പാടാൻ പറഞ്ഞപ്പോൾ, ടിക്ടോക്കിൽ പാടാൻ പറഞ്ഞപ്പോൾ. അത് ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുന്നത് പാട്ടിന് ഇതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അതെ പഠിക്കും. അത് 2 വരി. കൂപുരവല്ലരി പ്രാവുകൾ നാം, നോപുരം കിലുക്കുന്ന പറവകൾ നാം, കാലത്തിൻ മൃദുവര പീലികൾ നാം, കലാലയത്തിൻ്റെ കുളിരുകൾ നാം, കലാലയത്തിൻ്റെ കുളിരുകൾ നാം. എന്തിനാണ് ഇവരെ നമ്മൾ ഓടിച്ചു വിടുന്നത്? അയ്യോ നല്ലൊരു പാട്ടാണ് ഇത്. പാട്ടല്ലാതെ എനിക്ക് ഉറപ്പാണ് ഇത് മിക്കവാറും നിങ്ങളുടെ കോളേജുകാരുണ്ടാക്കി വല്ല ആന്തമായിരിക്കും അല്ലേ? ഓർക്കുന്നുണ്ടാന്ന് കോളേജിൽ പാടിയതിൻ്റെ ഓർമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ അമ്മ നന്നായിട്ട് എപ്പോഴും എപ്പോൾ പാടാൻ പറഞ്ഞാൽ അമ്മ ഈ പാട്ടാണ് പാടുന്നത്. അത് കുറച്ച് നാൾ നമ്മുടെ ഉള്ളിൽ കിടക്കുമല്ലോ. അതെ ശരിയാട്ടോ. അടുത്ത ചോദ്യം കിടക്കാം. നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. നിമിഷം പോയി കേട്ടോ. റീബൂട്ടൻ ഉറക്കാൻ പോയതാണ്. അവൻ ഇടയ്ക്ക് ഇങ്ങനെ എന്നിട്ട് കാര്യമ്പോൾ ഒന്ന് പോയി തട്ടിയാൽ മതി കേട്ടോ, ഉറങ്ങിക്കോളും. അടുത്ത ചോദ്യം ചോദിച്ചിരുന്നത് ജെസ്സി ജെയിംസ് ആണ് കേട്ടോ. നമ്മുടെ ജെസ്സി ജെയിംസ്. എന്ത് ഭംഗിയാ വീട്ടിൽ നിന്നുള്ള ബീച്ചിൻ്റെ വ്യൂ, അടിപൊളി, ഇതെല്ലാം കാണിച്ചതിന് ചക്കര ഉമ്മ. താങ്ക് യു ജെസ്സി ജെയിംസ്. നമുക്ക് സ്ഥിരം കസ്റ്റമറാണ്, സ്ഥിരം കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ സ്വന്തം ആളാണ് കേട്ടോ, അല്ലേ? തീർച്ചയായിട്ടും. സത്യം പറഞ്ഞാൽ ജെസ്സി ജെയിംസ് ഒക്കെ ഇപ്പം നമ്മുടെ വീട്ടിലെ ഒരു അംഗം കേട്ടോ നമുക്ക് തോന്നുന്നത്. സത്യം. അതുപോലെ ഒത്തിരി പേരുണ്ട്. ജെസ്സി മാത്യു, ഒത്തിരി ആൾക്കാരുണ്ട്. ഒരുപാട് പേരുണ്ട്. പേരെടുത്ത് പറയുകയാണെങ്കിൽ എല്ലാവരും പറയേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നില്ല. അതുപോലെ അത്രയും ആൾക്കാരുണ്ട്. ഒരു പ്രിയ ഉണ്ട്, അല്ലേ അമ്മ? പിന്നെ ഈ പറയുന്ന പോലെ അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ.
എല്ലാവർക്കും താങ്ക് യു. എല്ലാ വീഡിയോയ്ക്കും ഒത്തിരി പേരുണ്ട് കേട്ടോ. ഞങ്ങൾ 1-2 പേര് പറയുന്നിടത്ത് ബാക്കി ആരും പിണങ്ങൊന്നും ചെയ്യരുത്. കാരണം ഇത് പെട്ടെന്ന് നമ്മുടെ ഇങ്ങനെ പല പ്രാവശ്യം ആയതുകൊണ്ട് നമ്മൾ ഓർമ്മയിൽ നിന്നുകൊണ്ട് പറഞ്ഞ കേട്ടോ. അതുപോലെ തന്നെ ആരും മറന്നിട്ടൊന്നും ഉള്ളതല്ല. അതുപോലെ തന്നെ നെഗറ്റീവ് കമന്റ് എഴുതുന്ന ഒരാളുണ്ട് കേട്ടോ. സ്ഥിരം നെഗറ്റീവ് കമന്റ് ചെയ്തു. ഞങ്ങൾ പേര് പറയുന്നില്ല കേട്ടോ. ആരെയും നമ്മൾ അപമാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഈ പുള്ളിക്കാരി എനിക്ക് തോന്നണ എല്ലാ വീഡിയോയുടെ താഴെ ഒരു 4-5 കമന്റ്, അതും നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നെഗറ്റീവ് ആണോ. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ചിരി വരും നമുക്കത് കാണുമ്പോൾ. കാരണം നമുക്കത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ചോദിക്കും എൻ്റെ അമ്മയുടെ കഴിഞ്ഞ ജന്മത്തിലെ ശത്രു വല്ലതും ആയിരുന്നോ? ഞാൻ പറയുന്നത് നമ്മുടെ ക്ലാസ്മേറ്റ് ആണെന്ന് ഞാൻ പറയുന്നത്. എല്ലാ അമ്മയ്ക്ക് എൻ്റെ ക്ലാസ്മേറ്റ് ഒന്നും അങ്ങനെ എഴുതിയല്ലേടാ. ആരും എഴുതിയല്ല. പക്ഷേ ഈ പുള്ളിക്കാരി മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തോ എനിക്ക് ആ പുള്ളിക്കാരത്തോട് പറയാനുള്ളത്, ജീവിതം നമുക്ക് ഒന്നേ ഉള്ളൂ. ഇതിങ്ങനെ നെഗറ്റീവ് ചിന്തകളും പ്രവൃത്തികളും ഒക്കെ ആയിട്ട് നമ്മുടെ ജീവിതം തീർക്കാതെ കഴിവതും സന്തോഷമായിട്ട് ജീവിക്കുക. അത് നമ്മുടെ ആരോഗ്യത്തിനും ആയുസ്സിനും ഒക്കെ നല്ലതല്ലേ. അതുപോലെ തന്നെ അമ്മയ്ക്കും ഞങ്ങൾക്കൊക്കെ വിഷമാവെന്ന് ഓർത്തിട്ടാണ് പിന്നെ കമന്റ് ഇടുന്നുണ്ടെങ്കിൽ തെറ്റാണ് കേട്ടോ. വെറും തെറ്റിദ്ധാരണയാണ്. ഞങ്ങളത് ചിരിച്ചോണ്ട് കേട്ടോ വായിക്കുന്നത്. ഏതായാലും ഓരോ കമന്റ് വായിക്കുമ്പോൾ ഇനി ആ പുള്ളിക്കാരത്തിക്ക് ഇനി അങ്ങനെ എനിക്കൊരു നെഗറ്റീവ് കമന്റ് എഴുതുമ്പോൾ പുള്ളിക്കാരത്തിക്ക് വലിയ പ്രത്യേക സന്തോഷം ഉണ്ടെങ്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ സുഖം കിട്ടട്ടെ. സന്തോഷമുള്ളൂ കേട്ടോ. സന്തോഷമുള്ളൂ കേട്ടോ. അങ്ങനെയല്ല പുള്ളിക്കാരത്തി സന്തോഷിക്കട്ടെ. സത്യം. എന്താണേലും എന്താ പറയാ, എന്ത് പറയേണ്ടത് നമുക്ക് അറിയത്തില്ല കേട്ടോ. കാരണം ഇങ്ങനെ കമന്റ് എഴുതുമ്പോൾ ഒരാൾക്ക് എങ്ങനെ സുഖം, എന്തെങ്കിലും സന്തോഷം ഒന്നൊന്നുമല്ല. പുള്ളിക്കാരത്തി ഇനി അത് കണ്ടില്ലല്ലോ ഓർത്ത് പുറകെ കുറേ എഴുതി വെക്കും. സത്യം പറഞ്ഞാൽ നമുക്കിങ്ങനെ ഈ കമന്റുകൾ വരുന്നതിൽ വേറെ ആരുമില്ല അല്ലേ അങ്ങനെ എഴുതണം. ഒരൊറ്റ മനുഷ്യൻ, ഈ ഒറ്റ ഒരാളുള്ളൂ കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞൊരു 8 വീഡിയോ ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യുന്നതല്ലേ, നോക്കുന്നതാണോ. അപ്പോൾ നമ്മൾ നോക്കുമ്പം ഇനിയിപ്പോൾ ഒരു വീഡിയോക്ക് മാത്രമാണോ എന്ന് നോക്കിയിട്ട് പിന്നെ പോകുമ്പോഴത്തേക്ക് അല്ല, എല്ലാ വീഡിയോയിലും അത് എനിക്കിട്ടേ ഉള്ളൂ കേട്ടോ. നിമിഷനെ ഇഷ്ടമാ, ഇവരൊക്കെ ഇഷ്ടമായിരിക്കാം. എന്നോട് മാത്രം അമ്മയോട് എന്താ, അതാണ് ഞാൻ പറഞ്ഞത് അമ്മയുടെ ഏതോ ക്ലാസ്മേറ്റ് ആണെന്ന്. ക്ലാസ്മേറ്റ്സ് അങ്ങനെ തമാശക്ക് പറയുന്ന അമ്മയോട് എന്തോ വ്യക്തിവൈരാഗ്യമുള്ള ഒരാളെ പോലെയാണ് കേട്ടോ. പുള്ളിക്കാരത്തിൽ എന്തോ മനസ്സിന്റെ വിഷമം കൊണ്ടോ എന്തുകൊണ്ട് അങ്ങനെ എഴുതണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്താണെങ്കിലും ഒരു ലൈഫേ ഉള്ളൂ. സന്തോഷമായിട്ട് ജീവിക്കുക. ഞങ്ങളെ തെരുവ് വിളിച്ചാണെങ്കിലും സന്തോഷം കിട്ടുന്നെങ്കിൽ അങ്ങനെ സന്തോഷിക്കുക. പിന്നെന്താ, ഇനി നമ്മളെ കാണാൻ പറ്റാത്തതിന്റെ വില വിഷമാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. കാണാനൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. ഇനിയും പറയാൻ ഒത്തിരി ഉണ്ടെങ്കിൽ വേണേൽ ഫോൺ നമ്പർ നേരിട്ട് പറയാം. സന്തോഷിച്ചു, ഒരു കുഴപ്പമില്ല കേട്ടോ. അതെ. അത് എന്തായാലും വൃത്തിയോടൊന്നും എഴുതുന്നില്ല കേട്ടോ. അങ്ങനെ അശ്ലീലമൊന്നും എഴുതുന്നില്ല. ഇങ്ങനെ ഓരോ കമന്റുകളാണ്. അത് നമുക്ക് വലിയ പ്രശ്നമൊന്നുമല്ല കേട്ടോ. അല്ലേ? അപ്പോൾ കുഴപ്പമില്ല. അതാണ് അതിൻ്റെ കാര്യം അല്ല അമ്മ. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് സ്മിതയാണ് കേട്ടോ. നിമിഷ വന്നിട്ടുണ്ട്. നിമിഷ ഉറങ്ങി സ്മിതയാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. നിമിഷ സൂപ്പർ. ഞാൻ കറക്റ്റ് ടൈമിലാണോ അവിടെ ഇരിക്കുക, അങ്ങോട്ട് ഇരിക്കുക. നിമിഷ സൂപ്പർ. ഞാനെങ്ങാനായിരുന്നെങ്കിൽ അറ്റാക്ക് വന്ന് തീർന്നതിനെ. അമ്മ കൂടി ട്രൈ ചെയ്യായിരുന്നു, അടുത്ത തവണ നോക്കാം. സ്മിത സത്യം കേട്ടോ, സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. ഈ പരിപാടി മാത്രം ഞാൻ അമ്മയുടെ കഴിഞ്ഞിട്ട് അന്ന് തമാശയ്ക്ക് പറയാറുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ ആണുങ്ങളാരും ചാടാൻ ധൈര്യമില്ല കേട്ടോ. ഈ പെണ്ണുങ്ങളാണ് ഫുള്ള് ചാടിയിരിക്കുന്നത് കേട്ടോ. വെൽ ഡൺ യു ഗൈസ്. അതെ, നമ്മൾ ആരും എന്തോരം ധൈര്യം കൊടുത്താലും നമുക്ക് മനസ്സിനും കൂടെ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ, ചാടുന്ന ആൾക്കൊരു ധൈര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാടാൻ പറ്റുള്ളൂ കേട്ടോ. എന്നാലും നമ്മൾ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് അല്ല. പിന്നെ ഞാനത് ഏതുനേരം പറഞ്ഞിട്ട് കൂടെ വെച്ചാനോട് അല്ല, ഞാനും ചാടിയിട്ട് ഏറ്റവും ഇറങ്ങി വന്നത് എന്നോട് മൂത്ത മോൻ ചോദിച്ചു, അമ്മ എങ്ങനെയാ ഇഷ്ടപ്പെട്ടോ, അവനെ ഒന്നുകൂടെ ചെയ്താലോ. ഞാൻ അന്നേരം ചെയ്യാൻ തയ്യാറായിരുന്നു. അവൻ ഞെട്ടിട്ടോ, അവന്റെ കണ്ണ് പുറത്തു. അവനോടത്ത് ഇനി വേണ്ടാന്നായിരിക്കും പറയുന്നത്. പക്ഷെ അവനും പിന്നെ ചെയ്തിട്ടുള്ളതാണ്, പിന്നെ കുഴപ്പമില്ല അല്ലേ. ബോബി ചേട്ടൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ ചെയ്തിട്ടുണ്ട്, അനിയനും ചെയ്തിട്ടുണ്ട്, അമ്മയും ചെയ്തിട്ടുണ്ട്. ഞാനും ഇളയമനോട് ഒന്നിച്ചോട്ടെ ചെയ്തേ. ഇവനും ചാച്ചനും മാത്രമേ എനിക്ക് ചെയ്യാനുള്ളൂ. അതിനെ കുറിച്ച് ആലോചിക്കാൻ ചാച്ചനൊരു പകുതി മനസ്സുണ്ടായിരുന്നു ചാടാൻ അല്ലേ. ഒന്നോടെ നിർബന്ധിച്ച് അല്ല, അടുത്ത തവണ വരുമ്പോ ചാടുമെന്ന് പറഞ്ഞിട്ട് ഇരിക്കണം. എനിക്ക് അതിന് താല്പര്യമില്ല. ഞാൻ താഴേന്ന് കണ്ടോളാം, അത് വരെ. അമ്മ എന്തിന് ചാടുന്നു? വിമാനത്തിൽ നിന്ന് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ എല്ലാം
അതെ കയറിയില്ലേ ജൈൻ വീല അല്ല എന്താ റോളർ കോസ്റ്റർ. ആ അതെ കയറിയപ്പോ ഞാൻ ഇവന്റെ ധൈര്യം കണ്ടതാ. ആ പിന്നെ വേറെ ഒന്നും ജൈൻ ടവർ അടിപൊളിയാന്ന് കേട്ടോ. അതിന്റെ ഒന്ന് പറയാൻ അതിന്റെ വീഡിയോ ഒന്നും അവിടെ ഇല്ലല്ലോ. നമ്മളാ തീം പാർക്കിൽ പോയപ്പോ 2 സ്ഥാനത്ത് വരെ ഞാൻ അമ്മയോടെ കയറി. അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ അതാ പറഞ്ഞേ, അത് ഞാൻ ദേവന്റെ ധൈര്യം കണ്ടതാ കേട്ടോ. തീർച്ചയായിട്ടും ചാടും. സത്യം പറയട്ടോ, റോളർ കോസ്റ്റർ കയറി കഴിഞ്ഞിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ ഹായ് ഹൂ എന്നൊക്കെ പറഞ്ഞിട്ട് കയറി കേട്ടോ. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ എൻ്റെ ഒച്ച കേൾക്കുന്നില്ല. അമ്മ പറയടാ നീ എന്നെ ഒന്നും മിണ്ടാത്ത. ഞാനാണെങ്കിൽ അവിടെ അറ്റാക്ക് വന്ന പോലെ ഇരിക്കും കേട്ടോ. ഞാൻ കൂടി വിളിക്കുന്നുണ്ട്, ഇവനോട് ഒച്ച എടുക്കുന്നപ്പോ എനിക്ക് മനസ്സിലായി ഇവൻ എന്തോ സംതിങ് പറ്റിയിട്ടുണ്ട്. ഉടനെ വിളിക്കാം, എടാ ഹൗസു ഹൗസു എടാ കൂടാ കൂടാ നീ എന്നെ മിണ്ടാണ്ടിരിക്കണം. ഞാൻ ഇവനോട് ചോദിച്ചു കഴിഞ്ഞപ്പോ പയ്യെ ഞാൻ അയ്യോ, ഞാൻ സത്യം പറയാട്ടോ, ആ സാധനത്തിന്റെ മേത്ത് കയറിയിരുന്നത് അനങ്ങി തുടങ്ങുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് എന്തിനാ ഞാനിട്ട് കയറിയിരുന്നത്. അതുവരെ ഒരു പ്രത്യേക ധൈര്യം കേട്ടോ, നമ്മൾ എന്താ പറയാ കയറി എന്നുള്ള ഒരു ത്രില്ലൊക്കെയാണ്. പക്ഷെ കയറിയത് അനങ്ങാന്ന് പറയും. അതുപോലെ തന്നെ ഒരു ടവർ ഉണ്ട് കേട്ടോ, 39 നില കെട്ടിടത്തിന്റെ പൊക്കമുള്ള ഒരു 39 നില കെട്ടിടത്തിന്റെ പൊക്കമുള്ള ഒരു ടവർ കേട്ടോ. അപ്പൊ അതിന്റെ മേളിലേക്ക് ഇവര് നമ്മളെ ഇങ്ങനെ പയ്യെ ആസ്വദിച്ച് കയറ്റിക്കൊണ്ട് പോകും. എന്നിട്ട് അതിന്റെ മേളിൽ ഒരു 10-15 സെക്കൻഡ് അവര് ഒന്നും ചെയ്യില്ല കേട്ടോ, അങ്ങനെ നിർത്തും നമ്മളെ. അന്നേരം ഞാനാണെങ്കിൽ എൻ്റെ പൊന്നോ എൻ്റെ ശ്വാസം മുട്ടുന്നു. ഞാനിങ്ങനെ ആലോചിക്കുന്നു ഞാൻ എന്തിനാ ഇത് ചെയ്തത്. പിന്നെ അടുത്ത സെക്കൻഡിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, അതായത് നമ്മൾ ആകാശത്ത് നിന്ന് ചാടുന്ന പോലെ തന്നെ ഒരൊറ്റ വീഴ്ച കേട്ടോ, നേരെ 39 നില കെട്ടിടത്തിന്റെ താഴേക്ക്. എന്നിട്ട് അവസാനം ഒരു 3 നില കെട്ടിടത്തിന്റെ ഒക്കെ ഹൈറ്റ് വരുമ്പോഴല്ലേ അമ്മ അവർ നിർത്തുള്ളൂ. അത് വരെ ഒരു 10 സെക്കൻഡ് ഇല്ല, എനിക്ക് തന്നെ ഒരു 6-7 സെക്കൻഡ് കാണും അല്ലേ, ഒരൊറ്റ വരവാട്ടോ താഴേക്ക്. അതൊന്നും പറയാനില്ല കേട്ടോ. അയ്യോ എൻ്റെ അമ്മ അതിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ തലകറങ്ങും. അമ്മ അടുത്ത ചോദ്യം ചോദിക്കാം കേട്ടോ. അയ്യോ, വിജയലക്ഷ്മിയാണ് എഴുതിയേക്കുന്നത്. ഔസേപ്പിന് പേടിയാണ്, പക്ഷെ നിമിഷം അടിപൊളിയായി ചെയ്തു. ഞങ്ങളത് പറഞ്ഞു വരുവാണ് സത്യം. സിബി മാത്യു ചോദിച്ചിരിക്കുന്നത് ഓസം ഡെയർ ബൈ നിമിഷ, ദ റണ്ണിങ് കമൻട്രി ബൈ ഔസു ഈസ് സോ പ്ലീസിങ് ടു ഹിയർ. ഐ കാൺ ടേക്ക് മൈ ഐസ് ഓഫ് റീബൂട്ടൻ, ഹീ ഈസ് സോ ക്യൂട്ട്. താങ്ക് യു. പിന്നെ ദേ അടുത്ത ചോദ്യം ഹണി ജെയിംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. OCM ഔട്ട്ഡോറിൽ പോകുമ്പോൾ ഡേ ആൻഡ് നൈറ്റ് ക്ലാസ് വെക്കുന്നതാണ് നല്ലത്. സത്യം കേട്ടോ, ഇവിടെ തീർച്ചയായിട്ടും അത് വേണം. കാരണം അത് അന്ന് ഞാൻ എടുക്കാൻ മറന്നു പോയതാ കേട്ടോ. തീർച്ചയായിട്ടും ക്ലാസ്സിൽ പുറത്ത് പോകാറുണ്ട്. നമ്മുടെ ക്ലാസ് ഉണ്ടോ? ഡേ നൈറ്റ് ഉണ്ടോ? ഡേ നൈറ്റ് ക്ലാസ് ഉണ്ടോ? കൂടെ ക്ലാസ്സിലാണ് ഉദ്ദേശിക്കണേ. അല്ല, ഡേ നൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ, പകലാണെങ്കിൽ അത് മറ്റേ വെയിലത്ത് നിൽക്കുമ്പം കറുത്ത് വരും, കൂളിംഗ് ഗ്ലാസ് പോലെ ആവും. അകത്ത് കയറുമ്പം അതാണെന്ന് എനിക്ക് തോന്നണം കേട്ടോ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ എന്താ അമ്മക്ക് അമ്മ കണ്ണാടി വെക്കാറില്ലല്ലോ. അമ്മ അതിന് കണ്ണാടി വെക്കാറില്ല കേട്ടോ. അല്ല, ഇവിടുത്തെ ഞാൻ പുറത്തിറങ്ങുമ്പോൾ കൂളിംഗ് ഗ്ലാസ് വേണം. എനിക്ക് ഇവിടുത്തെ ഭയങ്കര വെട്ടം കേട്ടോ. എനിക്ക് ഇവിടുത്തെ എൻ്റെ കണ്ണിന് എനിക്ക് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പം ഭയങ്കര വെട്ടമെന്നല്ല അമ്മ ചുമ്മാ പറയുന്നത്. അമ്മയ്ക്ക് നാട്ടിൽ തന്നെ പുറത്തിറങ്ങുമ്പോൾ കണ്ണാടി വേണം. അമ്മയ്ക്ക് ഒരു തുള്ളി വെയിലടിച്ച് കഴിഞ്ഞാൽ അപ്പം അമ്മ കണ്ണാടി. അമ്മയ്ക്ക് വെയിൽ ഭയങ്കര പ്രശ്നം. നമ്മുടെ കണ്ണ് തുറന്നേ ഇരിക്കത്തില്ല, എപ്പോഴും അടഞ്ഞിരിക്കുള്ളൂ കേട്ടോ. എപ്പോഴും ഒരു തുള്ളി വെട്ടം അടിച്ച് നമ്മുടെ കണ്ണാടി. അമ്മ സിനിമയെ അഭിനയിക്കുമ്പോൾ വെട്ടം അടിക്കും കേട്ടോ. ഞാൻ കണ്ണ് വലിച്ചു അവര് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ലൈറ്റാ വെക്കുന്നത്. ഞാൻ വലിച്ചു തുറന്നു പിടിക്കാൻ ഇങ്ങനെ തുറന്നു പിടിക്കും. അയ്യോ, സിനിമാഗ്രഹം പുറത്തു വന്നു നമ്മുടെ സിനിമാഗ്രഹം ആരും വിളിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഉറപ്പായിട്ടും വിളിക്കും. അമ്മ അടുത്ത ചോദ്യം ബിനോയ് സി. നിമിഷ ചാടാൻ ഒരുങ്ങുമ്പോൾ ഞാൻ ശ്വാസം പിടിച്ചിരിക്കുകയായിരുന്നു. ഞാനും. വ്ലോഗ് അടിപൊളി, താങ്ക് യു ബിനോയ്. അപ്പോൾ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാൻ പോകണം കേട്ടോ. എൻജോയ് യുവർ ഗോൾഡ് കോസ്റ്റ് ട്രിപ്പ്, ബ്യൂട്ടിഫുൾ ബീച്ച്, ആർ യു ലിവിങ് ഇൻ എ ഹോട്ടൽ റൂം ഓർ ഹൗസിംഗ് അപ്പാർട്ട്മെന്റ്? റോസി തോമസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അമ്മേ നമ്മുടെ അപ്പാർട്ട്മെന്റിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേ. പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. പറഞ്ഞു ഞങ്ങൾ അവിടുന്ന് പോരും ഓർമ്മ സങ്കടമായി. ഇന്നലെ രാത്രി ഞങ്ങൾ ഉറങ്ങിയില്ല. ഞങ്ങളെല്ലാവരും പുറത്തിറങ്ങിയിരിക്കുന്നു. തലേദിവസം രാത്രി ഞങ്ങൾ പുറത്ത് അവിടെ ഇറങ്ങിയിരിക്കുമായിരുന്നു. ആ ബീച്ചും ആ കടലിലും അവിടെ ഞങ്ങൾ പോവാന്ന് ഓർക്കുമ്പോൾ എന്തോ നമുക്ക് ഭയങ്കര ഒരു ആത്മബന്ധം വന്നൊരു സ്ഥലം പോലെ തോന്നുന്നു കേട്ടോ. അത്രയും ഞാൻ ഇതുവരെ ഇത്രയും നല്ലൊരു സ്ഥലത്ത് ഞാൻ നിന്നിട്ടില്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മള് ബീച്ച്, നമ്മള് ഒച്ചയും രാത്രിയിൽ ഞാൻ നിമിഷോട് പറയാറുന്നല്ല, നമ്മൾ വന്ന വഴിക്ക് നിങ്ങളെല്ലാവരോടും പറഞ്ഞില്ലേ, നമ്മൾ ആ ഒരു ജനല് അടച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കേൾക്കാൻ പറ്റില്ല, പക്ക സൗണ്ട് പ്രൂഫാണ്. പക്ഷെ ഒരു തുള്ളി തുറന്നിട്ട് കഴിഞ്ഞാണല്ലോ
നമ്മൾ മഴ പെയ്യുന്ന പോലെ കേട്ടോ പുറത്ത് ആ തിരമാലയുടെ എരമ്പിലും പറഞ്ഞറിയിക്കണം. നമ്മളത് അവിടെ നിന്ന് അകത്ത് നടക്കുന്നൊന്നും നമ്മൾ കേൾക്കുന്നില്ല. ആ ഒരു ലോകത്താണ് നമ്മൾ ശരിക്കും. നമ്മൾ എന്താ പറയുക, നാട്ടിൽ നല്ല മഴയുള്ളപ്പം നമ്മുടെ നാട്ടിലത്തെ മഴ എന്ന് പറഞ്ഞാൽ പ്രത്യേക മഴയല്ലേ. ഇവിടുത്തെ മഴ ഒന്നിനും ഒച്ച പോലും കേൾക്കത്തില്ല. കാരണം ഇവിടെ തുള്ളിക്കൊണ്ടിരിക്കുള്ളൂ. മാത്രമല്ല ഇവിടെ വീടുകളെല്ലാം സൗണ്ട് പ്രൂഫാണ് കേട്ടോ. അപ്പോൾ പുറത്ത് മഴ പെയ്താൽ എത്ര ശക്തിയായിട്ട് മഴ പെയ്താലും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. പക്ഷേ നാട്ടിലൊക്കെ നമ്മൾ ആ നല്ല മഴ പെയ്യുമ്പോൾ ഒരു സുഖിച്ച് കിടന്നുറങ്ങില്ലേ, ആ ഒരു സുഖമാണ്. ഭയങ്കര തണുപ്പുമില്ല, എന്നാൽ നമുക്ക് ഇഷ്ടമുള്ള നല്ല സുഖമുള്ള ഒരു തണുപ്പ്. അങ്ങനത്തെ ഒരു നമ്മൾ ഈ ഓസ്ട്രേലിയയിൽ വന്നിട്ട് നമ്മൾ ഇങ്ങനെ പലയിടത്തും പോയിട്ടുണ്ടെങ്കിലും നമുക്ക് പോയതിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കേട്ടോ ഇത്, അല്ലേ? നമ്മൾ നാട്ടിലുണ്ടായിരുന്നപ്പോൾ നാട്ടിൽ ഇതുപോലെ നമ്മൾ ടൂർ പോയതിൽ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഉണ്ടല്ലോ. അതെവിടെയാ? മൂന്നാർ. അതെ, ഇതേ സന്തോഷം ഞങ്ങൾക്ക് അവിടെ. അത് മൂന്നാറില് ഡ്രീം ക്യാച്ചർ റിസോർട്ട് എന്ന് പറഞ്ഞ റിസോർട്ടാണ് കേട്ടോ. അയ്യോ, ഞങ്ങൾക്ക് അവിടുത്തെ രാജേട്ടനല്ലേ ഓർക്കുന്നുണ്ടോ? മനോജ് ചേട്ടൻ, സോറി, മനോജ് ചേട്ടൻ. ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ അനുഭവം. മനോജ് ചേട്ടൻ്റെ വൈഫൊക്കെ ഞങ്ങളുടെ സബ്സ്ക്രൈബറാണ് കേട്ടോ. കണ്ണൂരുള്ള ആൻറ്റിയുടെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. എന്താണേലും എന്തൊരു സൂപ്പർ ഒരു സ്റ്റേ ആണെന്നുള്ളത്. വെക്കേഷനൊക്കെ നാട്ടിൽ പോകുമ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങൾ ഉറപ്പായിട്ടും ഡ്രീം ക്യാച്ചറിൽ നമ്മൾ പോയി അത് അനുഭവിച്ചിട്ട് നമ്മൾക്ക് ഇപ്പോഴും അതിനെപ്പറ്റി പറയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ധൈര്യമായിട്ട് മൂന്നാർ അവിടെ അങ്ങോട്ട് പോകട്ടെ. ബൈസൺ വാലി അല്ലേ, ബൈസൺ വാലിക്ക് പോണ വഴിക്ക് ആ റൂട്ടാണ് കേട്ടോ. ഡ്രീം ക്യാച്ചർ നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി. അതുപോലെ തന്നെ അവിടെ ചെന്നിട്ട് നിങ്ങൾ ഫുഡ്, അടിപൊളി ഫുഡ്, അവിടുത്തെ ഷെഫ്, സത്യം അതുപോലത്തെ ഒരു ഫീലിങ്സ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ഔസിയമ്മ മലയാളിയുടെ സബ്സ്ക്രൈബറാന്ന് പറയുന്നത് ധൈര്യമായിട്ട് നോക്കാം കേട്ടോ. ഞങ്ങൾ ഗ്യാരണ്ടി. അവര് അതുപോലത്തെ കെയറിങ് ആണ്. കസ്റ്റമർ സർവീസ് എന്നൊക്കെ പറഞ്ഞാണല്ലോ ഇത്രയും നല്ല കസ്റ്റമർ സർവീസ് ഞാൻ കേരളത്തിൽ. അതെ, നല്ല പൊളൈറ്റ് ആയിരുന്നു അവരൊക്കെ. അപ്പൊ നമ്മൾ പ്രത്യേകം എടുത്തു പറഞ്ഞു നിങ്ങളുടെ കസ്റ്റമർ സർവീസ് അത്ര നല്ലതായിരുന്നു. അത്രയും വലിയ അത്ര ആൾക്കാരൊക്കെ ആയിട്ട് നമ്മളോട് പെരുമാറുന്നതും നമ്മളെ സ്നേഹിക്കുന്നതും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മനോജേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ വൺ ഓഫ് ദി ഷെയർ ഹോൾഡർ ആണ് കേട്ടോ. പുള്ളിയൊക്കെ നമ്മളോടൊക്കെ എന്തൊരു സ്നേഹം അല്ലേ, നന്നായിട്ട്. അതിന്റെ എല്ലാവരും കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ പേര് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. ഇതൊന്നല്ല, ഞങ്ങൾ പല പല പ്രാവശ്യം പറഞ്ഞാലും ഇത് തീരില്ല കേട്ടോ. അതുപോലെ ഞങ്ങൾക്ക് അവിടുത്തെ പറ്റി പറയാനുണ്ട്. ഞങ്ങൾ ഇനിയും നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾ അവിടെ വരും ഉറപ്പായിട്ടും. നിങ്ങളെല്ലാവരും എന്താ പറയുക, അത്രയ്ക്ക് ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ. ഉറപ്പായിട്ടും ഞങ്ങൾ വരും. അവരൊക്കെ ഒന്നുകൂടെ ഒന്ന് കണ്ട് ആ ഫുഡൊക്കെ ഒന്ന് കഴിച്ച് അവിടെ നിൽക്കാനായിട്ട്, അല്ലേ? പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സുസുമാണ് ചോദിച്ചിരിക്കുന്നത്. പാവം ചാച്ചൻ ആരോടും ഒന്നും മിണ്ടാതെ എല്ലാം കണ്ടു നടക്കുന്നു. ഒരു ദേഷ്യം ഇല്ലാത്തൊരു മനുഷ്യൻ. എല്ലാം കൊണ്ടും കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ചാച്ചൻ ഇപ്പൊ പൂക്കുറ്റി ഉറക്കണം, കൂർക്കം വലിയ കിടന്ന് ഉറങ്ങുന്നത്. ചാച്ചനെയും പിള്ളേരെ ഉറക്കിയിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ചാച്ചൻ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ കഴിച്ചില്ല അല്ലേ? പറഞ്ഞ പോലെ തന്നെ ചാച്ചൻ ഭയങ്കര പാവം കേട്ടോ. നമ്മുടെ അടുത്ത് എല്ലാം സഹകരിച്ച് എല്ലാം കണ്ട് ആസ്വദിച്ച്. നമ്മൾ ഇത്രയൊക്കെ ആയെങ്കിലും നമുക്ക് ഇത്ര സന്തോഷമൊക്കെ നമ്മൾക്ക് ഓരോരുത്തർക്കും നമുക്ക് ഉണ്ടെങ്കിലും അതൊക്കെ ശരിക്കും നമുക്ക് ചാച്ചനിൽ നിന്ന് കിട്ടിയ ഓരോ ഗുണങ്ങളാവും. ചാച്ചൻ തരുന്ന സന്തോഷം. ഇങ്ങനെ പല പല സ്ഥലത്ത് നമ്മളെ ചെറുപ്പത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ പിള്ളേരൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ചാച്ചന് നിർബന്ധമായിരുന്നു എല്ലായിടത്തും പോകണം, എല്ലായിടത്തും കൊണ്ടുപോകണം, യാത്ര ചെയ്യണം. അതുപോലൊക്കെ എൻ്റെ എന്തെങ്കിലും ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചാച്ചനിൽ നിന്ന് കിട്ടിയതാണ് അല്ലേ അമ്മേ? അതൊക്കെ നമ്മുടെ പേരൻസിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് കേട്ടോ. ഇങ്ങനത്തെ എന്താ പറയുക അല്ലേ, എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ഭയങ്കര കെയറിങ് ഹസ്ബൻഡാണ്, നല്ല മകനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നല്ലൊരു അച്ഛനാണ് അല്ലേ? അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മുടെ വീട്ടിൽ അവരവരുടെ പേരൻസിനോട് എങ്ങനെ പെരുമാറി അതൊക്കെ നോക്കിയിട്ടാണ്. അതെ അതെ. എന്താണേലും എന്താ വേറെ എന്താ പറയാനുള്ളത്? നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ ഇതുപോലെ ഞങ്ങളല്ലേ നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. അതെ, പിന്നെന്താ, ഇതൊന്നും വാക്കുകൊണ്ട് പറഞ്ഞാലൊന്നും തീരെയല്ല. ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളിന്ന് ഇവിടെ ഇങ്ങനെ ഇതിന് മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും അതിന് കാരണക്കാര്. സത്യം നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവില്ല കേട്ടോ. അതുപോലെ തന്നെ ഡബോയിൽ നിന്നുള്ള കൂടുതൽ നല്ല വീഡിയോസ് ഞങ്ങൾ എന്താ പറയുക ഇനി ഇടുന്നതായിരിക്കും കേട്ടോ. അതുപോലെ കുറച്ച് ട്രിപ്പുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നതായിരിക്കും കേട്ടോ. അതെ, ലീവുകളൊക്കെ ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ലീവ് മാത്രമല്ല, എല്ലാവരും ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇരിപ്പുണ്ട്. പക്ഷെ ലീവ് മാത്രമല്ല കേട്ടോ. എന്താണേലും കിട്ടുന്ന അവസരത്തിൽ നമ്മൾ എങ്ങോട്ടേലും വിടുമല്ലമ്മ, ഉറപ്പായിട്ടും പോകും കേട്ടോ. മാക്സിമം എല്ലാം എൻജോയ് ചെയ്ത് ഇവരുടെ ഉള്ള സമയത്തല്ലേ ഓസ്ട്രേലിയയിൽ അത്യാവശ്യം കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് നമുക്കങ്ങനെ പോവാം അല്ലേ? അപ്പം അങ്ങനെ ഞങ്ങളെ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നിമിഷ? ആണോ?
നിങ്ങളുടെ സ്നേഹം എപ്പോഴും ഞങ്ങളോട് ഉണ്ടായിരിക്കണം. സ്കൈ ഡൈവിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും രണ്ട് അത് പറയുമ്പോ 100 നാക്കാം, അതുകൊണ്ടാണ്. അതിനെപ്പറ്റി എന്ത് പറയാനും സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. വേറെ എന്തെങ്കിലും പറയണോ? വേറെ ഒന്നും പറയണ്ട. അപ്പം പക്ഷെ ഗോൾഡ് ലോസ് ഞങ്ങളുടെ സ്റ്റേയും അടിപൊളിയായിരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാം, അതുകൂടെ പറഞ്ഞത് ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യാനും നോക്കിയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് അപ്പാർട്ട്മെന്റ് അടുത്ത 10 ദിവസത്തേക്ക് ഓൾറെഡി ബുക്ക്ഡ് ആയി. കാരണം അത് അത്രയ്ക്കും നല്ല അപ്പാർട്ട്മെന്റും നമ്മൾ നിന്ന സ്ഥലവും എല്ലാം അടിപൊളിയായിരുന്നു. അതിനെ കുറിച്ച് ഇനി കൂടുതൽ നമ്മൾ പറയുന്നില്ല അവിടെ. നമ്മൾ എന്നാലും ഇനിയും നമ്മൾ പോകണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ഗോൾഡ് കോസ്റ്റ്. കാരണം നമ്മൾ അത്രയും ഭാഗത്തെ പോയുള്ളൂ. ഇനിയും ബ്രിസ്ബെയിനിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പം നമ്മൾ ഇനിയും എപ്പോഴൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ പോകുന്നതായിരിക്കും അല്ലേ. അതെ. അപ്പം ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഞങ്ങളെ ഞാൻ ഒന്നും പറയിപ്പിച്ചില്ല. അങ്ങനെ അതെ. അപ്പം നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരും കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അല്ലമ്മ. നാളെ ഞങ്ങളൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നോളം വരെ എല്ലാവർക്കും നിമിഷ അമ്മ